നോടുള്ള നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. കാലോചിതമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ വളർച്ചയിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിൽ തന്നെ, ഇല്ലെങ്കിൽ ഇരിക്കുന്ന വീടുകളിൽ തന്നെ എങ്ങനെ വേദപുസ്തക പഠനം അത് കൃത്യതയോടും സിസ്റ്റമാറ്റിക് ആയിട്ടും അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തിക്കാമെന്നുള്ള ഒരു വലിയ അല്ലെങ്കിൽ ഒരു വലിയ നേട്ടം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഈ എബനേസർ ഇന്റർനാഷണൽ ബൈബിൾ കോളേജിൽ ഞാൻ ഇന്നലെ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറയുകയുണ്ടായി, സാറ് എടുക്കുന്നൊരു ഇനീഷ്യേറ്റീവ് ഈ ഒരു ഓൺലൈൻ കോഴ്സ് അതിൻ്റെ കൃത്യതയോടുകൂടെ തന്നെയാണ് ഈ ഓൺലൈൻ കോഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു നെഗറ്റീവും എനിക്ക് കാണുവാൻ സാധിച്ചില്ല. സാറ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തികൾക്കും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു അക്രഡിറ്റേഷൻ എന്നൊക്കെ ഉള്ളതിനേക്കാൾ ഉപരി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു വേദപഠനത്തിൽ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി അത് വളരെ പ്രശംസനീയമാണ്. കർത്താവിന്റെ ദാസരെ കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ റിസൾട്ട് സാറിന് ഞാൻ ഫോർവേഡ് ചെയ്തോളാം. എന്നാൽ ഞാൻ ഇവാലുവേഷൻ നടത്തിയതിൽ ഒരു വിധത്തിൽ എല്ലാവരും അവർക്ക് കഴിയുന്നത്ര പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ചിലര് നമ്മൾ ദൈവവചനമാണല്ലോ പഠിക്കുന്നത്, അതിനോട് ഒരു നീതി പുലർത്തണം എന്ന് മാത്രമേ എനിക്ക് ഒരൊറ്റ വാക്കിൽ പറയുവാനുള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആ ഒരു ഇവാലുവേഷൻ ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്കിന്ന് രാത്രിയിൽ പഠിക്കുവാൻ ഈ സെമസ്റ്ററിൽ ഉള്ള വിഷയം എന്ന് പറയുന്നത് പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് ആണ്. പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്റ്റോളജി, ഒരു തിയോളജിയുടെ വിങ് നമ്മൾ പഠിച്ചു. ആദ്യം എനിക്ക് പ്രാരംഭത്തിൽ ലഭിച്ച സബ്ജക്റ്റ് പ്രിസൺ എപ്പിസ്റ്റൽസ് ആണ്, ഇല്ലെങ്കിൽ കാരാഗ്രഹ ലേഖനങ്ങൾ. ഇവിടെ പാസ്റ്ററൽ ലേഖനങ്ങൾ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതാണ് ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ താല്പര്യപ്പെടുന്നത്. പാസ്റ്ററൽ എപ്പിസ്റ്റൽസിൽ വരുന്ന 3 ലേഖനങ്ങളാണ് നമ്മൾ പഠിക്കുവാൻ ഉള്ളത്. 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ടൈറ്റസ്. അപ്പോൾ ഈ 3 ലേഖനങ്ങളായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുക. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വൈ ഇറ്റ് ഈസ് നെയിംഡ് ആസ് പാസ്റ്ററൽ എപ്പിസ്റ്റൽസ്? എന്തുകൊണ്ടാണ് പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് എന്നുള്ള ഒരു പേര് നമുക്ക് ലഭിച്ചിരിക്കുന്നത്? അതിൽ വളരെ ഒരു ഗ്രാഹ്യമായ പഠനത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. അതിൻ്റെ ഒരു 1703 പാസ്റ്ററൽ എന്നുള്ള ഒരു പേര് പോപ്പുലറൈസ് ആകുന്നത്, അല്ലെങ്കിൽ ജനകീയമാകുന്നത്. D.N. ബെർഡോട്ട് എന്നുള്ള ഒരു വേദ പണ്ഡിതനും കർത്താവിന്റെ ദാസനുമാണ് ഈ ഒരു പേര്, ഇല്ലെങ്കിൽ ഈ ഒരു വാക്ക് ഈ 3 അധ്യായങ്ങൾക്കും കൊടുക്കുന്നത്. 1703 ബൈ D.N. ബെർഡോട്ട് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ. അനന്തരമായി 1726 ഇത് വളരെ പോപ്പുലറൈസ് ചെയ്തു, അല്ലെങ്കിൽ ജനകീയമാക്കിയ ഒരു കർത്താവിന്റെ ദാസന്റെ പേര് പോൾ ആന്റൺ എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്, പോൾ ആന്റൺ. അപ്പോൾ D.N. ബെർഡോട്ടും പോൾ ആന്റൺ എന്നുള്ള 2 ദൈവശാസ്ത്രജ്ഞന്മാർ ഈ പേര്, അല്ലെങ്കിൽ പാസ്റ്ററൽ എപ്പിസ്റ്റൽസ്, പാസ്റ്ററൽ ലേഖനങ്ങൾ എന്നുള്ള പേര് ജനകീയമാക്കുന്നതിൽ അവർ വളരെ പങ്കുവഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഒരു ദൈവസഭയുടെ അല്ലെങ്കിൽ ദൈവസഭയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പൊസിഷനാണ്, ഇല്ലെങ്കിൽ ഒരു സ്ഥാനമാണ് പാസ്റ്റർ എന്നുള്ളത്. അപ്പോൾ ആ വീക്ഷണത്തിൽ
ആ ഒരു പാസ്റ്റർ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു വീക്ഷണത്തിലാണ് ഈ 3 ലേഖനങ്ങളും എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഒരു പേഴ്സണൽ അല്ലെങ്കിൽ വളരെ വ്യക്തിപരമായ ലേഖനങ്ങളാണെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എ പാസ്റ്ററൽ ഓവർസൈറ്റ് ഓഫ് ദ ചർച്ച്, ഈ സഭയുടെ സ്ഥാനം വഹിക്കുന്ന ദൈവദാസന്മാർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. വളരെ സുപ്രധാനമായ ഒരു പഠന വിഷയം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ചില ഇഷ്യൂസ് അല്ലെങ്കിൽ ചില നേരിടുന്ന ചില പ്രതിസന്ധികൾ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ളതും ഈ ലേഖനങ്ങളിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ഇത് പ്രാക്ടിക്കലാണ്, ഇത് പ്രായോഗിക വശങ്ങളെ ചിന്തിക്കുന്നു. അപ്പോൾ തന്നെ ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങളെ കൂടെ ഈ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ് ക്യാരീസ് അല്ലെങ്കിൽ ഇറ്റ് ഡിസ്കസ് അബൌട്ട് ദ ബോത്ത് പ്രാക്ടിക്കൽ ആൻഡ് ഡോക്ട്രിനൽ ആസ്പെക്ട് ഇൻ ദിസ് എപ്പിസ്റ്റൽസ്. ഈ എപ്പിസ്റ്റൽസിൽ, ഈ ലേഖനങ്ങളിൽ ഉപദേശപരമായിട്ടും പ്രായോഗിക വശങ്ങളിലും കൂടുതലായിട്ട് ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് എന്നുള്ള ഒരു പേര് വേദപണ്ഡിതന്മാർ ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. എനിവേ, ഞാൻ ഒരു ആമുഖമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവം നമ്മെ വിവിധ നിലവാരങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. അതിലൊരു ഉദാഹരണം എന്ന് പറയുന്നത്, കർത്താവിന്റെ ശിഷ്യന്മാരെ കർത്താവ് അടുത്ത് വിളിക്കുകയാണ്. തന്റെ ഐഹിക കാലത്തെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ, അല്ലെങ്കിൽ ഏറെക്കുറെ ആ ശുശ്രൂഷയുടെ പ്രാഥമിക ഘട്ടങ്ങളിൽ തന്നെ കർത്താവ് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട്, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിക്കാം. 6-ാം അധ്യായം 13-ാം വാക്യം. ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിക്കുമെങ്കിൽ കൊള്ളാമായിരുന്നു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചു. കണ്ടോ, അവിടെ ഒരു വിവിധ നിയോഗത്തോടുകൂടെ ഒരു പ്രത്യേക സ്ഥാനത്തിലേക്ക് ഈ ശിഷ്യന്മാരെ, കർത്താവിന്റെ ഒരു കൂട്ടം ശിഷ്യന്മാരിൽ 12 പേരെ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം അവരെ ഒരു പ്രത്യേക സ്ഥാനത്തിലേക്ക് കർത്താവ് തന്നെ നിയോഗിക്കുകയാണ്, അപ്പോസ്തലന്മാരായിട്ട്. അപ്പോൾ എന്താണ് ശിഷ്യന്മാർ, എന്താണ് അപ്പോസ്തലന്മാർ? അപ്പോസ്തലോസ് എന്നുള്ള പദം നമ്മളൊക്കെ അറിയാവുന്നത് പോലെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ അതിനെപ്പറ്റി പറഞ്ഞതാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ടു ബി സെൻഡ്, അയക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അയക്കപ്പെട്ടവൻ, വൺ ഹു ഈസ് സെൻഡിങ്, ഇല്ലെങ്കിൽ അയക്കപ്പെട്ടവന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിസൈപ്പിൾസ്, ശിഷ്യന്മാർ എന്ന് പറയുന്നത് ദേ ആർ ദ ഫോളോവേഴ്സ്, അവർ പിൻഗാമികളാണ്. ബുദ്ധന്റെ ശിഷ്യന്മാര്, ജൈനന്റെ ശിഷ്യന്മാര്, അവരൊക്കെ പിൻഗാമികളാണ്. പക്ഷെങ്കിൽ ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു പദം കൊണ്ടുവന്നിട്ട് കർത്താവ് അവർക്കൊരു സ്ഥാനം കൊടുക്കുകയാണ്. അപ്പോസ്റ്റലോസ്, അപ്പോസ്റ്റൽസ്, അവർ അയക്കപ്പെടുന്നവരാണ്. അപ്പൊ ശിഷ്യന്മാരും അപ്പോസ്റ്റലന്മാർ അയക്കപ്പെടുന്നവരുമാണ്. ഇനി ശിഷ്യന്മാരുടെ വേറൊരു ഗുണം മനസ്സിലാക്കണം. ശിഷ്യന്മാരെന്ന് പറയുന്നത് എപ്പോഴും കേൾക്കുന്നവരാണ്, ശ്രദ്ധിക്കുന്നവരാണ്. ദേ ആർ ലിസണേഴ്സ്. പക്ഷേ അപ്പോസ്റ്റലന്മാര് അവർ ലിസൺ ചെയ്യുന്നവരല്ല, അവര് സംസാരിക്കുന്നവരാണ്. അവർ പൊതുവേദിയിൽ പ്രഭാഷണം നടത്തുന്നവരാണ്, സ്പീക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശിഷ്യന്മാര് അവർ പിൻഗാമികളാണ്, അവർ അനുയായികളാണ്. എന്നാൽ അപ്പോസ്റ്റലന്മാര് അയക്കപ്പെടുന്നവരാണ്. ശിഷ്യന്മാരെ കേൾക്കാൻ മനസ്സുള്ളവർ മനസ്സ് കാണിക്കണം, അല്ലെങ്കിൽ ലിസൺ ചെയ്യുവാൻ ഉള്ള ഒരു മാനസികമായിട്ടുള്ള നിലവാരം പുലർത്തുമ്പോൾ, അപ്പോസ്റ്റലന്മാര് അവര് സംസാരിക്കുന്നതിൽ, ഇല്ലെങ്കിൽ പ്രസംഗിക്കുന്നതിൽ, ഇല്ലെങ്കിൽ ഉരയ്ക്കുന്നതിലൊക്കെ അവര് ശ്രദ്ധാലുക്കളാണ്. ഇനി ശിഷ്യന്മാര് പഠിക്കുന്നവരാണ്, ദേ ആർ ലേണേഴ്സ്. പക്ഷെ അപ്പോസ്റ്റലന്മാര് പഠിപ്പിക്കുന്നവരാണ്. ശിഷ്യന്മാര് പഠിക്കുന്നവരും അപ്പോസ്റ്റലന്മാര് പഠിപ്പിക്കുന്നവരുമാണ്. അപ്പോൾ ഈ രണ്ട് ഒരു തലത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ ഒരു പ്രത്യേക അവരുടെ
നിലവാരത്തിൽ നിന്ന് കർത്താവ് അവരെ വേറൊരു ശുശ്രൂഷയിലേക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണുന്നത്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ എന്നെ അനുഗമിച്ചു, ഇത്രയും നാൾ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു, ഇത്രയും നാൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചു, നിങ്ങളെ ഞാൻ അയക്കാൻ പോവുകയാണ്. യു ആർ ഗോയിങ് ടു ബി സെൻഡ്. നിങ്ങൾ അയക്കുന്നു, നിങ്ങൾ പ്രസംഗിക്കണം, നിങ്ങൾ പോയി എന്റെ കർത്താവിന്റെ വചനം നിങ്ങൾ പ്രഘോഷിക്കണം. 3, നിങ്ങൾ അത് പഠിപ്പിക്കുന്നവരുമായിരിക്കണം, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരായിരിക്കണം, പഠിപ്പിക്കുന്നവരായിരിക്കണം. അതാണ് അപ്പോസ്തലന്മാർ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ 12 പേരെ തെരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ അപ്പോസ്തലന്മാരായി ഇതിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ് എന്ന് അവിടെ പറയുന്നത്. അപ്പോൾ ഇത് പഴയ നിയമത്തിലെ ഒരു പാറ്റേൺ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ ഒരു പദം പറയാറുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കാണുന്നുണ്ട്. ദസ് സെയ്സ് ദ ലോർഡ്. യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആധികാരികതയോടുകൂടിയാണ് പറയുന്നത്. പക്ഷെങ്കിൽ അപ്പോൾ തന്നെ പ്രവാചക ശബ്ദത്തിലെ ഒരു ചെറുപ്പക്കാരൻ ഇല്ലെങ്കിൽ ഒരു ബാലൻ പറയുകയാണ്. എന്താ പറയുന്നേ? 1 ശമൂവേൽ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണുന്നത്, അടിയനിതാ അടിയനോട് അരുളി ചെയ്യണമേ എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ഇരിക്കുന്നവരാണ്. അപ്പോൾ ഈ 2 നിലവാരങ്ങളിൽ പഴയ നിയമത്തിൽ നമുക്ക് ശ്രദ്ധേയമാണ് എന്നാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. ഇനി അടുത്തത്, പരിശുദ്ധാത്മാവിന് വ്യത്യസ്തമായ സ്വഭാവക്കാരെ ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിന്ന് രാത്രി നിങ്ങളുടെ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിൽ നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ അതിനു മുൻപായിട്ടും തീത്തോസിന്റെ ലേഖനം പഠിക്കുന്നതിന് മുൻപായിട്ടും 2 വ്യത്യസ്തമായ സ്വഭാവക്കാരെ ദൈവം ഉപയോഗിച്ച ഒരു നിലവാരമാണ് ഞാൻ ഉപയോഗിച്ച ഒരു കാര്യമാണ് ഞാൻ ഇന്ന് രാത്രി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ആരായിരുന്നു തിമോത്തിയോസ്? ആരായിരുന്നു തീത്തോസ്? എങ്ങനെയാണ് തിമോത്തിയോസിനെ കർത്താവ് ഉപയോഗിച്ചത്? എങ്ങനെയാണ് തീത്തോസിനെ കർത്താവ് ഉപയോഗിച്ചത്? ഇവർ 2 പേരും ദീർഘകാലം അപ്പോസ്തലനായ പൗലോസിനോടുകൂടെ അസോസിയേറ്റ് ചെയ്ത 2 ദൈവദാസന്മാരാണ്. ആ ദൈവദാസന്മാരുടെ വ്യത്യസ്ത സ്വഭാവങ്ങളും ദൈവം അവരെ ഉപയോഗിച്ച ആ ഒരു നിലവാരമാണ് ഞാൻ ഇന്ന് അല്പസമയം ഞാൻ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ ആദ്യം തിമോത്തിയോസിനെ എടുക്കുകയാണ്. തിമോത്തിയോസ്, നിങ്ങളൊക്കെ തിമോത്തിയോസിനെ പറ്റി ധാരാളം വായിച്ചവരാണ്, ധാരാളം പഠിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പഠന വിഷയമായിട്ടല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒരു ആമുഖമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാവരും പഠിക്കുന്നവരായതുകൊണ്ട്, അല്ലെങ്കിൽ ദേവദാസന്മാർ ഉൾപ്പെടെയുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് വളരെ ആഴമായ ചിന്തകൾ നിങ്ങൾക്കും ഇതിൽ നിന്ന് അറിയാം എന്നുള്ളത് കൊണ്ടും ഞാൻ പുതിയതായിട്ട് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്നും കൂടെ നമുക്കൊന്ന് റീവൈൻഡ് ചെയ്യുവാൻ ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ അത് മാത്രമേ ഞാൻ ഇന്ന് രാത്രിയിൽ ചെയ്യുന്നുള്ളൂ. എനിവേ, അപ്പോൾ ഒന്ന്, അപ്പോസ്തലനായ തിമോത്തിയോസ് ഒരു നല്ല വേദ പഠിതാവാണ്. അപ്പോൾ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു നല്ല ചെറുപ്രായത്തിൽ തന്നെ വിശ്വാസത്തിൽ വളർന്ന ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ തിമോത്തിയോസ്. ഫ്രം ഹിസ് യൂത്ത്, ഒരു യങ് സ്റ്റേജിൽ തന്നെ, ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ തന്നെ. അതിന് തെളിവായിട്ട് 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 തിമോത്തിയോസ് 3-ന്റെ 2 തിമോത്തിയോസ് 3-ന്റെ 15 കാണുന്നത്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. പുതിയതായിട്ട് തിമോത്തിയോസ് ഒരു ട്രെയിൻ ചെയ്യണം എന്നുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഓൾറെഡി തിമോത്തിയോസിന് വേദപുസ്തകത്തിൽ നല്ല അറിവുള്ളതായിട്ട് സ്ഥാപിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. നമ്മളൊക്കെ അതിനോടനുബന്ധിച്ച് ഒരു ചെറിയ എക്സോർട്ടേഷൻ, ഒരു പ്രബോധനം പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ വെറുതെ പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഇരിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ഞാൻ പറഞ്ഞതുപോലെ ബെറോവയിലെ വിശ്വാസികൾക്ക് ഒരു ലേഖനം എഴുതേണ്ട വന്നില്ല. ബെറോവയിലെ വിശ്വാസികളുടെ പ്രത്യേകത, അവർ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ചുമ്മാ കേട്ട് വിഴുങ്ങിപ്പോകുന്നവരല്ല, അവർ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു. അതാണ് ബെറോവയിലെ വിശ്വാസികളുടെ ഒരു ക്വാളിറ്റി. നിങ്ങൾ വേറെ എല്ലാ സ്ഥലങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഫിലിപ്പിയ, കൊരിന്ത്യയൊക്കെ പഴയ സഭയാണ്. കൊരിന്ത്,
ഇല്ലെങ്കിൽ തെസലോനിക്ക, ഗലാത്യ, ഇവിടെ എല്ലാം ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിലും ബറോവയിലുള്ള വിശ്വാസികൾക്ക് ഒരു ലേഖനം എഴുതേണ്ട വന്നിട്ടില്ല. ബിക്കോസ് അവര് ചുമ്മാ കേൾക്കുക മാത്രമല്ല, അവർ അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ച് നിശ്ചയം പ്രാപിച്ചവരാണ്. ദൈവമക്കളെ, നമ്മൾ അതൊരു വലിയ പാഠമായി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം തിമോത്തിയോസ് പറയുകയാണ്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്ന അതിൽ നിലനിൽക്കാം. അത് നമ്മൾ വെറുതെ പഠിക്കാൻ വന്നവരാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു അക്കാഡമിക് ലെവലിൽ പഠിച്ചിട്ട് ഒരു ഡിഗ്രി എടുത്തുകൊണ്ട് പോകാം. പക്ഷെ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? പഠിക്കുക മാത്രമല്ല, പ്രത്യേകിച്ച് ദൈവവചനം, അതിൽ നിശ്ചയം പ്രാപിക്കുക. ആ നിശ്ചയം പ്രാപിക്കുക എന്ന് പറയുന്നതിൽ അതിന്റെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. പൗലോസിന് ഒരു അഭേദ്യമായ ബന്ധമുള്ളത് കൊണ്ടാണ് ഈവൻ തിമോത്തിയോസിന്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പോലും ശ്രദ്ധാലുവായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതിന് ഉദാഹരണം 1 തിമോത്തിയോസ് അതിന്റെ 5-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിക്കാം. 23-ാം വാക്യം. മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞ് സേവിച്ചു കൊള്ളുക. ഇതൊരു ഡിസ്കസ്ഡ് ടോപ്പിക്കാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ഞാൻ എന്റെ ആശയമൊക്കെ പറയേണ്ട വരും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ശരി, ഞാൻ പറഞ്ഞത് തിമോത്തിയോസിന്റെ സ്വഭാവം നമ്മൾ കണ്ടേ. തിമോത്തിയോസ് ആരോഗ്യത്തിൽ അത്ര വലിയ ഒരു എന്നാ പറയുന്നത് ശ്രദ്ധാലുവൊന്നും അല്ലായിരുന്നു. പൗലോസ് എടുത്തു പറയുകയാണ്, നീ ഇതിന്റെ വേലാൽ വെള്ളം മാത്രം കുടിക്കാതെ ചില അസ്വസ്ഥതകൾ നേരിട്ട സമയത്ത്, അല്ലെങ്കിൽ ക്ഷീണിതനായ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ആരോഗ്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു തിമോത്തിയോസ്. നമുക്ക് അതിലേക്ക് വരാം. തീത്തോസിന്റെ സ്വഭാവം പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകും. എന്ന് പറഞ്ഞാല് താന് വേദപുസ്തകത്തിലൊക്കെ ഭയങ്കര കോൺസെൻട്രേഷനൊക്കെ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിൽ ഇച്ചിരി ലൂസാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ ഒരു അയഞ്ഞ ഒരു മനുഷ്യനാണ്. തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ ഒരു സ്ട്രിക്റ്റ് അല്ലാത്ത ഒരു മനുഷ്യനാണ്. ദൈവദാസന്മാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ 2-ാം ഭാഗത്തിൽ വളരെ വീക്കാണ്. എൻ്റെ ആരോഗ്യം ഞാൻ ശ്രദ്ധിക്കാറില്ല. ആരോഗ്യം ശ്രദ്ധിക്കാതെ കിടന്ന് ഓടുകയാണ്. പലരും പേരോട് പറഞ്ഞു, ഈ ഓട്ടം ശരിയല്ല, ഈ ചെറുപ്രായത്തിൽ ഇത്രയും ഓടുന്നത് ശരിയല്ല, എവിടെയെങ്കിലും പോയി പെട്ടെന്ന് നിൽക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പൊ ഞാന് എന്റെ ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മളോടൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിന് നമ്മളെ ആവശ്യമുണ്ട്. അപ്പം പൗലോസ് ആ ഒരു കാര്യത്തിൽ കൂടെ തിമോത്തിയോസിന് പറയുകയാണ്, നിന്റെ ക്യാരക്ടർ ഒന്ന് മോൾഡ് ചെയ്യണം. വേദപുസ്തക പഠനം ആവശ്യത്തിലുണ്ട്, നല്ലതാണ്. പക്ഷെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു ഹെൽത്തി ലൈഫ് അതും ആവശ്യമാണെന്നാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. കാരണം അതിൽ അത്ര ശ്രദ്ധാലുവല്ലായിരുന്നു. നമ്മൾ തിമോത്തിയോസിന്റെ സ്വഭാവം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. ഇനി 2 തിമോത്തിയോസ് 1:15 കാണുന്നത്, 1:5 തിമോത്തിയോസിന്റെ വിശ്വാസത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നിന്റെ വലിയ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. ഞാൻ ചില ആർട്ടിക്കിൾസിൽ, അല്ലെങ്കിൽ ചില മനസ്സിലാക്കുന്നത്, ഈ രണ്ടും 2 അവർ രണ്ടുപേരും ജൂയിഷ് ഗേൾ ആണ്. ആര്? അമ്മ, സോറി, വല്യമ്മ. നിന്റെ വല്യമ്മ ലോവിസ് അതൊരു ഗ്രീക്ക് യുവതിയായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട്. ഗ്രീഷ്യൻ യുവതിയാണ്. അവള് യഹൂദയല്ല, യഹൂദനായ ഒരാളെ വിവാഹം ചെയ്ത സ്ത്രീ ആയിരിക്കാമെന്ന് പഠിപ്പിക്കുന്നു, വേദപണ്ഡിതൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ, എന്നാൽ വല്യമ്മ ഒരു പുറജാതിയാണെങ്കിലും ഇല്ലെങ്കിൽ ഒരു വിജാതിയാണെങ്കിലും രക്ഷിക്കപ്പെട്ടതിന് ശേഷം വിശ്വാസം കൈമുതലായി വെച്ചുകൊണ്ട് തൻ്റെ മക്കളിലേക്ക് അത് കൈമാറുവാൻ ആ വല്യമ്മ കാണിച്ചു എന്നുള്ളത് ഏറെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ, വിജാതീയയായ, ന്യായപ്രമാണം ശരിക്കും കൈകാര്യം ചെയ്യാൻ അറിയാത്ത, ക്രിസ്ത്യാനിയല്ലാത്ത ഒരു യുവതി യഹൂദിയ പാരമ്പര്യത്തിൽ വന്നതിന് ശേഷം ആ യഹൂദിയ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ യഹൂദിയനായ ഭർത്താവിനെ വിവാഹം ചെയ്തതിന് ശേഷം വിശ്വാസത്തിൽ നിലനിന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ മനസ്സിലാക്കുന്നത്. അത്
മക്കളിലേക്ക് കൈമാറി അതിൽ നിന്ന് പഠിക്കുവാനും അനുസരണത്തോടുകൂടെ അത് പ്രാപിക്കുവാനും കാണിച്ച ഒരു സ്വഭാവക്കാരനാണ് തിമോത്തിയോസ് എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു ക്യാരക്ടർ കൂടിയാണ് ഇത് പറയുന്നത്. നമ്മുടെ പിള്ളേരിലേക്ക് വിശ്വാസം കൈമാറണം. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പ്രാപിക്കുവാനും സന്മനസ്സുള്ളവരായിരിക്കണം. എനിക്ക് ഏറെ ഞെട്ടിക്കുന്ന ഒത്തിരി വിവരങ്ങൾ കഴിഞ്ഞ ഈ ചില ദിവസങ്ങളിലൊക്കെ ലഭിക്കാനിടയായി. നമ്മുടെ കുഞ്ഞുങ്ങള് വിശ്വാസത്തിൽ നിലനിൽക്കാതെ പോകുന്ന ഒരു തലമുറയിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ഒരു പാസ്റ്ററുടെ മോനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അവനുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് പുലർത്തി, കുറേയേറെ അടുത്ത് ഇടപഴകിയപ്പത്തിന് നല്ലൊരു ദൈവദാസന്റെ മോനാണ്. നല്ല ഒരു കർത്തൃ ശുശ്രൂഷയിൽ അവന്റെ മാതാവും നല്ല കർത്തൃ ശുശ്രൂഷയിൽ നിൽക്കുന്നു. ഞാനിങ്ങനെ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടുക്കി മേഖലയൊക്കെ കഞ്ചാവ്, മയക്കുമരുന്ന്, ഹാഷ് ഓയില്, MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഒരു ഹബ്ബാണ്. ഞാൻ അഭിഭാഷകൻ കൂടെയാണ്. എനിക്ക് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ സാർ 2 പ്രാവശ്യം അഡ്വക്കേറ്റ് ജോണിൽ പഠിപ്പിക്കുന്നു പറഞ്ഞപ്പോൾ ഒന്നാമത് ഞാൻ വേദപുസ്തകം പഠിപ്പിക്കുന്നത്, ഞാൻ നിയമമല്ല പഠിപ്പിക്കുന്നത്. അത് തന്നെ എനിക്കൊരു അസ്വസ്ഥത വരുത്തുന്നുണ്ട് ചിലപ്പം. ഞാൻ ഒരു സഭാ ശുശ്രൂഷകനും കൂടെയാണ്. അപ്പൊ എന്നെ ആ ഒരു തലത്തിൽ സുവിശേഷകനോ ഉപദേശം എന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. പക്ഷെ ഞാനൊരു പ്രാക്ടീസിങ് ലോയർ കൂടെയാണ്. എന്നെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തുന്നത് ഈ ക്രിമിനൽ കേസ് വിളിക്കുമ്പോൾ, പ്രത്യേകിച്ച് CC കേസുകൾ, സിവിൽ അല്ലാത്ത ദിവസങ്ങളിൽ NDPS, നർക്കോട്ടിക് പ്രൊഹിബിഷൻ, അതിന്റെ അണ്ടറിൽ വരുന്ന ക്രിമിനൽ കുറ്റങ്ങളിൽ, അബ്കാരി ക്രിമിനൽ കുറ്റങ്ങളിൽ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ്, ഈ പറയുന്ന MDMA പോലുള്ള പദാർത്ഥങ്ങൾ, ഇത് യൂസ് ചെയ്യുന്നത് 20 വയസ്സിനും ഒരു 15 വയസ്സിനും ഇടയിലുള്ള കുഞ്ഞുങ്ങളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കേരളം എന്ന് ജീവിച്ചു പോകുന്നത് നമ്മുടെ കുടിയന്മാരെ കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് സ്റ്റാഫ് എല്ലാം അവർക്കാണ് നന്ദി പറയേണ്ടത്. ഇവിടുത്തെ ബീവറേജ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കേരള സർക്കാർ, ഗവൺമെന്റ് പൊട്ടിപ്പോയനെ. പക്ഷെ നിങ്ങൾ എഴുതിയിട്ടോ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ ബിവറേജസുകളിലെ വിൽപ്പനകൾ കുറയും. നിയമങ്ങളുടെ പ്രാർത്ഥന കാരണമൊന്നുമല്ല, അതിന് സ്വോത്രമൊന്നും ആരും പറയണ്ട. സ്വോത്രം പറയുന്നുണ്ടെങ്കിൽ സ്വോത്രം. പ്രാർത്ഥന കാരണമല്ല. ഒരു സൈഡ് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കഞ്ചാവ്, MDMA, ഹാഷ് ഓയില് ഇങ്ങനെയുള്ള പദാർത്ഥങ്ങള് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ആർക്ക് വേണം ഈ എന്നാ പറയുന്ന ഈ വിദേശ മദ്യങ്ങള്? പിള്ളേരൊക്കെ അതിലേക്കാണ്. ഒരു കഞ്ചാവ് അടിക്കുന്ന ഒരാള് 6 മണിക്കൂർ, MDMA ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാര് 6 മണിക്കൂർ അതിൽ തന്നെ ഇങ്ങനെ ആ കിക്ക് അങ്ങനെ തന്നെ നിൽക്കും. ഞാനിത് നിങ്ങളെ എന്നെ പ്രലോഭിപ്പിക്കാൻ പറയുന്നൊന്നുമല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഈ സംഭവം എല്ലാം ഞാൻ പഠിച്ചത്, ഈ പയ്യൻ എന്നെ പഠിപ്പിച്ചതാ. അപ്പൊ ഇങ്ങനെ പഠിപ്പിച്ച് വന്നപ്പോഴത്തേന് ഞാൻ ഇവന്റെ ഓരോ വാക്കുകൾ ശ്രദ്ധിച്ചു. ഒരു പാസ്റ്റർ മോനാന്ന് ഓർത്തോണം, ഒരു സീനിയർ പാസ്റ്ററാണ്. എന്നോട് ഞാൻ പെട്ടെന്ന് ഇവനെ എനിക്ക് മനസ്സിലാക്കി. ഞാൻ ഇവന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞാൻ രഹസ്യമായിട്ട് ചോദിച്ചു, മോനെ നീ ശരിക്കും ഇതിന്റെ യൂസ് ചെയ്യുന്നല്ലേ? ആദ്യമൊക്കെ അവൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോയി. സത്യം പറയാൻ പറഞ്ഞു. അവ പറഞ്ഞു, പാസ്റ്ററെ, ഐ ആം ടോട്ടലി ലോസ്റ്റ്. ആരാധനയ്ക്ക് ഇരിക്കുന്നൊരു പയ്യനായി പറയുന്നത്, ഞാൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അറിയത്തില്ല. ഞാൻ എന്നിട്ട് അന്വേഷിച്ചു വന്നപ്പോഴത്തേന് കുമ്പനാട് കൺവെൻഷനില് പാസ്റ്റർമാരുടെ കുട്ടികളടക്കം, വിശ്വാസികളുടെ കുട്ടികളടക്കം ഇതിന്റെ ഒരു ശൃംഖല തന്നെ കുമ്പനാട് കൺവെൻഷനിൽ തന്നെ ഉണ്ട്. കഞ്ചാവ്. ഞാൻ IPCയിലെ ഒരു കാര്യം പറയുന്നത്, ഞാൻ ഞെട്ടിപ്പോയി. എനിക്കറിയാം. ഞാൻ വിചാരിച്ചു, നമ്മളൊക്കെ ഈ വിശ്വാസഗോളത്തിൽ ഇത്രയും നാൾ നിന്നിട്ട് അടുത്ത തലമുറകളെ നമ്മൾ കൈപിടിച്ചുയർത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇത് പഠിച്ചിട്ടൊന്നും വലിയ പ്രയോജനമൊന്നും ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. നമ്മൾ വളരെയധികം പ്രാർത്ഥനയിലും നമ്മുടെ വിശ്വാസം നമ്മുടെ അടുത്ത തലമുറകളിലേക്ക് കൈമാറുന്നതിൽ നമ്മൾ വേറെ ശ്രദ്ധാലുക്കളാകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഏക അഭിപ്രായം. കാരണം തിമോത്തിയോസ് അങ്ങനെ ഒരു സ്വഭാവക്കാരനായിട്ട് അവനെ വളർത്തിയെടുക്കുവാൻ അമ്മയ്ക്കും വല്യമ്മയ്ക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് പൗലോസ് അവിടെ എടുത്തു പറയുന്നത്. നിന്റെ വല്യമ്മ ലോവിസിലും നിന്റെ അമ്മ യുനീക്കയിലും വരുന്നതിൽ വിശ്വാസം നിന്നിലുമുണ്ട് എന്ന്
അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അപ്പോൾ തിമോത്തിയോസിന്റെ ഒരു ക്യാരക്ടറാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി അടുത്തത്, തിമോത്തിയോസ് ഇപ്പൊ പറഞ്ഞല്ലോ, ഈ ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കാത്ത ഒരാൾ എന്ന് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ മാനസികമായ ഒരു പിന്തിരിപ്പൻ മനോഭാവമുള്ള ഒരാളാണ്. പെട്ടെന്ന് ക്ഷീണിതനാണ്, പെട്ടെന്ന് അദ്ദേഹം പ്രശ്നങ്ങൾ, ഞാൻ ഈ പറയുന്ന പാസ്റ്ററൽ എപ്പിസോഡ്സാ, ഞാൻ നമ്മള് എന്താ പറയുന്നത്, ഈ സ്വഭാവത്തിന്റെ കാര്യം ദൈവദാസന്മാർ പ്രത്യേകം പഠിക്കേണ്ട ഒരു കാര്യം കൂടെ കാണാം. അതുകൊണ്ട് ഞാനിത് പറയുന്നത് കേട്ടോ. പെട്ടെന്ന് പ്രശ്നം വരുമ്പോ അങ്ങ് തളർന്നു പോകും. എങ്ങനെയാണ് അതിനെ ജയിക്കേണ്ടെന്ന് അറിയത്തില്ല. ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. നമുക്ക് അതിനെപ്പറ്റി കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാം. ഇവിടെ സത്യം പറഞ്ഞാൽ തിമോത്തിയോസ് ഇത്രയും പഠിച്ച വ്യക്തിയാണെങ്കിലും, നല്ല ഉപദേശപരമായിട്ടുള്ള ഗ്രാഹ്യമുള്ള ആളാണെങ്കിലും, അദ്ദേഹത്തിന്റെ ജീവിതത്തിലും പതുക്കെ ഈ പോർക്കളത്തിലാണ് നിൽക്കുന്നതെന്നും ഇത് ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടതാണെന്നും ഒക്കെ ഉള്ളത് മറന്നുകൊണ്ട് തനിക്കും അല്പം ഒരു എന്താ പറയുന്നത്, ഒരു പിന്തിരിപ്പൻ മനോഭാവം ഉണ്ടായി. തെളിവ് അതിന്റെ 2 തിമോത്തിയോസില് 1:8 പൗലോസ് അത് പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ സാക്ഷ്യത്തെയും കണ്ടോ, 7-ാം വാക്യത്തിൽ പറയുകയാണ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ എത്ര തന്നിരിക്കുന്നത്. തിമോത്തിയോസിനോട് പേഴ്സണൽ പറയാ. കാരണം എന്നാ, അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യവും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. അടുത്തത് പറയാണ് 2:23 പറയുകയാണ്, 2:23, ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് ഇതിലൊഴിഞ്ഞിരിക്കാം. പൗലോസ് അവിടെയും 2:3 പറയുകയാണ്, ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. 2 പ്രാവശ്യം പറഞ്ഞു എന്നോട് കഷ്ടം സഹിക്കാൻ. കാരണം ഇത് തനിക്കത് ഒരു യൂഷ്വൽ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പൗലോസ് അദ്ദേഹത്തെ ഇൻസിസ്റ്റ് ചെയ്യുകയാണ്. പൗലോസ് അദ്ദേഹത്തെ ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ്, എന്നോട് കൂടെ കഷ്ടം സഹിക്കണം പറയാ. ഇതാണ് പാസ്റ്ററൽ മിനിസ്ട്രി. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവക്കാരനെ പൗലോസ് ഉറപ്പിക്കുകയാണ്. ഇനി അടുത്തത്, ഇനി പൗലോസ് സത്യം പറഞ്ഞാൽ തിമോത്തിയോസ് അതും അനുസരിച്ച് കേട്ടോ. നിങ്ങൾ നോക്കിയേ, അമ്മയെ അനുസരിക്കുന്ന വല്യമ്മയെ അനുസരിക്കുന്ന ഒരു തിമോത്തിയോസ് അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസനെയും അനുസരിക്കുകയാണ്. പിന്നെ താന് കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൗലോസും തിമോത്തിയോസുമുള്ള ബന്ധം നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്നത്, നിജപുത്രനായ തിമോത്തിയോസ് ഒരു ഫാദർ സൺ റിലേഷനിലേക്ക് വരികയാണ് അവർ തമ്മിൽ. ഒരു ഉദാഹരണം, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യത്തില്, അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ, വായിച്ചേ, എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ളത് അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ആരെങ്കിലും ഒന്നും കൂടെ വായിച്ചോ, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അവനോ മകൻ അപ്പൻ ചെയ്യുന്നത് പോലെ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്ത് എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നുള്ള ശുഷ്കാന്തി, എന്നുള്ള അവന്റെ സിദ്ധി വൈഭവം, ഇല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് അറിയുന്നുവല്ലോ. ഇത് ഫിലിപ്പിയയിലോടാണ് പറയുന്നത്. പക്ഷേ ഫിലിപ്പിയയിലെ സഭയിലെ പാസ്റ്ററായിട്ടൊന്നും അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ നിശ്ചയിച്ചില്ല. കുറച്ചും കൂടെ കഠിനമേറിയ ഒരു സഭയിലെ പാസ്റ്ററായിട്ടാണ് തിമോത്തിയോസിനെ നിശ്ചയിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28 മുതലുള്ള വേദഭാഗങ്ങൾ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചുകൊള്ളും.
ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാതെ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിരോധാഭാസം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഉപദേശം. അതുകൊണ്ട് ഉണർന്നിരിക്കുവീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഒരു തൃപ്തി പറഞ്ഞ് തന്നത് ഓർത്തുകൊള്ളി. ഓരോരുത്തൻ ബുദ്ധി പറഞ്ഞത് ഓർപ്പിൻ. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് കൂടെ പറ്റിയത് വിപരീത ഉപദേശമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. പൗലോസ് ഇത് ആരെ പറ്റിയാ പറയുന്നത് പറഞ്ഞാൽ എഫെസോസ് സഭയെ പറ്റിയാ പറയുന്നത്. എഫെസോസ് സഭയെ പറ്റി പറയുകയാണ്, നിങ്ങളെ തന്നെ സ്വന്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ പോയ ശേഷം, പൗലോസിന്റെ മരണശേഷം ഈ ആട്ടിൻകൂട്ടത്തെ മുഴുവൻ തെറ്റിച്ചു കളയുമെന്ന് താന് ഏറെക്കുറെ നേരത്തെ തന്നെ പ്രസ്താവിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് എഫെസോസ് സഭയോട് പറയുന്നത്, നിങ്ങളുടെ ആദ്യ സ്നേഹം നിങ്ങൾ വിട്ടുകളയരുത്. എഫെസോസ് സഭയുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ആ എഫെസോസ് സഭയുടെ പാസ്റ്ററായിട്ട് നിയമിച്ചത് തിമോത്തിയോസിനെ ആയിരുന്നു. ഇനി അപ്പോൾ ഇത്തരത്തിൽ ഉപദേശപരമായിട്ട് ഗ്രാഹ്യമുള്ള ഒരു മനുഷ്യനും അപ്പോൾ തന്നെ ചില ചാഞ്ചാട്ടമുള്ള ഇല്ലെങ്കിൽ ചഞ്ചലിക്കുന്ന ഹൃദയമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തി തിമോത്തിയോസ് എന്നുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകനെ ഒരു പ്രധാനപ്പെട്ട പഴയ സഭയുടെ ഒരു അധ്യക്ഷനാക്കി വെച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു തിമോത്തിയോസ്. ഇനി ടൈറ്റസ്, തീത്തോസിനെ പറ്റി പഠിപ്പിക്കാം. തീത്തോസ് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച ഒരു കർത്താവിന്റെ ദാസനാണ്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര സുഗമമായിട്ടുള്ള ഒരു സ്ഥലത്തിൽ നിന്നല്ല. വായിക്കാം തീത്തോസിന്റെ ലേഖനം 1:5 ഒന്ന് വായിച്ചേ. അദ്ദേഹം ഞാൻ ക്രോത്തയിൽ നിന്ന് വിട്ടിട്ട് പോകുന്നത് ഞാൻ ക്രേത്തയിൽ നിന്നും വിട്ടിട്ട് പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിന് ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിന് തന്നെ. കാരണം ഇവിടെ ഒരു വേറൊരു ശുശ്രൂഷയാണ് തീത്തോസിന് കൊടുക്കുന്നത്. നമ്മളിപ്പം ഇനി കുറച്ചും കൂടെ തിമോത്തിയോസിന്റെ സമയമുണ്ടെങ്കിൽ തിമോത്തിയോസും തീത്തോസും തമ്മിലുള്ള ഒരു ചെറിയ ശുശ്രൂഷാപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ ചർച്ച ചെയ്യാം. ഇവിടെ വേറൊരു ഒഴുങ്കില്ലാത്ത അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ആയിട്ടുള്ള എന്താ പറയുന്നത്, ഒരു സഭയെ ഒരു ഓർഡർ ആക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു നിയോഗം. ഇനി ക്രേത്തർ അദ്ദേഹത്തിന്റെ അസൈൻമെന്റ് ലഭിച്ച ഈ സ്ഥലം എന്താണെന്നും കൂടെ മനസ്സിലാക്കണ്ടേ. ഈ ക്രേത്തർ എങ്ങനെയുള്ളവരാ? തീത്തോസിന് അങ്ങനെയുള്ള സ്വഭാവക്കാരൻ കൂടെ ആയിരുന്നു. ഒന്ന് വായിച്ചേ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. 12-ാം വാക്യം. ക്രേത്തർ സർവദാ അസത്യവാദികൾ ദുഷ്ടചിന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രേ. എന്നാൽ ഒരുവൻ അവരുടെ ഒരു വിദ്വാൻ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടെന്നു. അസത്യവാദികൾ, ഒരിക്കലും സത്യം പറയാത്തവര്, പിന്നെ ദുഷ്ടജന്തുക്കൾ. ഇനി അതിനപ്പുറത്തോട് നമ്മുടെ വിശ്വാസത്തിൽ ഇങ്ങനെ പറഞ്ഞ് എഴുതിട്ട് ഓടും. അടുത്ത ഒരിക്കലും നമ്മുടെ കൂടെ നിൽക്കത്തില്ല. ദുഷ്ടജന്തുക്കള്, മടിയന്മാരായ പെരുവയറന്മാര്. അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടറും കൂടി ആയിരുന്നു ആര് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ ഓർഡർ ആക്കാൻ വേണ്ടിയാണ് ആരൊക്കെ നിയോഗം ലഭിച്ചത്? ടൈറ്റോസ് ഇല്ലെങ്കിൽ തീത്തോസിന്. ഒരു പക്ഷെങ്കിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കൂടെ വന്ന ഒരാളായതുകൊണ്ട് തനിക്ക് ഇവരുടെ പശ്ചാത്തലം നല്ലപോലെ അറിയുകയും ചെയ്യും. നമ്മൾ ആ ഭാഗം തീത്തോസ് ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ചിന്തിക്കാം. അപ്പോൾ ഒരു വലിയ ഉത്തരവാദിത്തമാണ് തീത്തോസിന് കൊടുത്തിരിക്കുന്നത്. ഇനി 1:9 വായിച്ചു. 1:9 വാക്യം. പത്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാക്കേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം.
അപ്പം തീത്തോസിനോട് ഒരു കർക്കശമായ ഉപദേശത്തിൽ നിലനിൽക്കുവാൻ പൗലോസ് പറയുകയാണ്. 13-ാം വാക്യം വായിക്കുമ്പോൾ, അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും. അപ്പോൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീർക്കുക. ഇനി 3:10 സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കുക. ഒരു വലിയ ഉത്തരവാദിത്തമാണ് ടൈറ്റസിനെ ദൈവം ഏൽപ്പിക്കുന്നത്. നമ്മൾ പാസ്റ്ററൽ എപ്പിസ്റ്റൽസിലെ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് നിൽക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. അവർക്കൊക്കെ വീണ്ടും അത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞത്, ടൈറ്റസിന് ഒരു വലിയ ഒരു കർക്കശികമായിട്ടുള്ള അപ്പോൾ തന്നെ ഒരു എന്താ പറയുന്നേ, വിലപ്പെട്ട ഉത്തരവാദിത്തമാണ് തീത്തോസിനെ ദൈവം ഏൽപ്പിക്കുന്നത്. ഇതൊക്കെ കുറെ കാര്യങ്ങൾ കണ്ടു പഠിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ഒരു ചെറുപ്രായത്തിൽ, യൗവനപ്രായത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം, തീത്തോസ് ഒരു യഹൂദ പാരമ്പര്യമുള്ള ഒരാളല്ല. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും കൂടെ യെരുശലേം കൗൺസിലുള്ള, അല്ലെങ്കിൽ യെരുശലേമിലെ ഗലാത്യ സഭയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വായിച്ചേ ഗലാത്യർ 2-ാം അധ്യായം 3-ാം വാക്യം. പെട്ടെന്ന് എടുക്കുവാണെങ്കിൽ സന്തോഷമായിരുന്നേ. എല്ലാവരും വായിക്കും കേട്ടോ, ഒരാൾ മാത്രം വായിക്കാതെ. എല്ലാവരും ബൈബിൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്റെ കൂടെയുള്ള തീത്തോസ് യവനെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല കേട്ടോ. തീത്തോസ് യവനെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ ആരും നിർബന്ധിച്ചില്ല. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഫ്രം ദ ചൈൽഡ്ഹുഡ്, ഇല്ലെങ്കിൽ ഒരു ട്രെയിൻ ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല. അദ്ദേഹത്തെ കൂടെ കൊണ്ട് നടന്ന് പൗലോസ് അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ബർന്നബാസിന്റെയും പൗലോസിന്റെയും കൂടെ നടന്നുകൊണ്ട് ഒരു പ്രത്യേക ശുശ്രൂഷ. കാരണം ഇനി നമുക്ക് കുറച്ചും കൂടെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി കൊരിന്ത് സഭയിൽ തിമോത്തിയോസും തീത്തോസും ഇവർ രണ്ടുപേരും വ്യത്യസ്തമായ റോളുകൾ ചെയ്തിട്ടുണ്ട് കൊരിന്ത് സഭയിൽ. കൊരിന്ത് എന്ന് പറയുന്ന സഭ ഒരു പ്രാചീന സഭ, കഴിഞ്ഞ പഠിച്ചാണല്ലോ. പഴയ സഭയാണ്, വളരെ പഴക്കമുള്ള സഭയാണ്. പത്രോസ്, അപ്പല്ലോസ് തുടങ്ങിയവർ ഈ സഭയുടെയൊക്കെ ശുശ്രൂഷകന്മാരാണ്. അപ്പം കൊരിന്ത് എന്ന് പറയുന്ന ഈ പഴയ സഭയില് ഇവരുടെ രണ്ടുപേരുടെ റോൾ എന്ന് നമുക്ക് ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങളൊന്ന് വായിക്കാം. 6-7 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേര നിവർത്തിക്കണമെന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിനും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിന് മുന്തി വരുവീൻ. ഇത് ആര് കൊണ്ടുവന്ന, ഇല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക കാര്യം, ഇതൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് ആരംഭിക്കുന്നതിൽ ആർക്ക് ആരുടെ പേരാ ഇവിടെ പറയുന്നത് നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലായി. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണം. കാരണം ടൈറ്റസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രാക്ടിക്കൽ ആയിട്ടുള്ള വളരെ അറിവുള്ള ഒരു വ്യക്തിയാണ്, പ്രായോഗിക വശം. ഇനി 1 കൊരിന്ത്യർ 16-ന്റെ 10-11 വാക്യങ്ങൾ. തിമോത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവീൻ. എന്നെ പോലെ തന്നെ അവനെ കർത്താവിന്റെ വേല ചെയ്യുന്നുവല്ലോ. അവൻ കർത്താവിന്റെ വേല ചെയ്യുന്നുവല്ലോ. ഞാൻ സഹോദരന്മാരുമായി അവനെ കാത്തിരിക്കൊണ്ട് എന്റെ അടുക്കൽ വരുവാൻ അവനെ സമാധാനത്തോടെ യാത്ര അയപ്പീൻ. സഹോദരനായ അപ്പലോസിന്റെ കാര്യമോ, അവൻ സഹോദരന്മാരുടെ കൂടെ നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചുവെങ്കിലും ഇപ്പോൾ വരുവാൻ അവനെ ഒട്ടും മനസ്സായില്ല. അവസരം കിട്ടിയാൽ അവൻ വരും. ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് തിമോത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ കയ്യിൽ നിർഭയനായിരിക്കാൻ നോക്കുവിൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, തിമോത്തിയോസിന്റെ ക്യാരക്ടർ നമ്മൾ നേരത്തെ പഠിച്ചതാ. ഒരു എന്ന പോലെ തന്നെ അവർ കർത്താവിന്റെ വേല ചെയ്യുന്നുവല്ലോ.
രണ്ടാമത് പറയാണ്, അവനെ അലക്ഷ്യനാക്കരുത്, അവൻ എന്നെ പോലെ. അപ്പോൾ ഉപദേശപരമായിട്ട് ഒരു സഭയെ വളർത്തുന്നതിൽ, ഇനി 2 കൊരിന്ത്യർ 7:15 കൂടെ ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 7:15. അവനെ ഭയത്തോടും വിറയലോടും കൈക്കൊണ്ടതിൽ നിങ്ങൾ എല്ലാവരും കാണിച്ച അനുസരണം അവൻ ഓർക്കുമ്പോൾ നിങ്ങളോടുള്ള അവന്റെ അനുരാഗം അത്യന്തം വർദ്ധിക്കുന്നു. തീത്തോസിനെ പറ്റിയാ പറയുന്നത്, 6-ാം വാക്യത്തിലുണ്ട്, എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ നിങ്ങളെ ആശ്വസിപ്പിച്ചു. അപ്പൊ തീത്തോസിനെ പറ്റി പറയുകയാണ് അവിടെ വായിച്ച 15-ാം വാക്യത്തിൽ, അവനെ ഭയത്തോടും വിറയലോടും. അപ്പോൾ തീത്തോസിന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു സ്ട്രിക്റ്റ് മാൻ ആണ്. ചില ദൈവദാസന്മാരൊക്കെ എന്നാ പറയുന്നേ, അവരുടെ ചില മുഖഭാവവും അവരുടെ ആ വരവും അവരുടെ ആ പ്രസംഗവും ചിലപ്പോൾ പേടിച്ചിരിക്കും. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ചർച്ചിലേക്ക് മാങ്ങാനം ജോസഫ് അപ്പച്ചൻ വരുമ്പോഴത്തേനും ഞങ്ങളെല്ലാം പേടിച്ചിങ്ങനെ പൂലേക്കിരിക്കുന്ന ആ ഒരു ഇത് ഓർക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഇപ്പം നമ്മുടെ എന്നാ പറയുന്നേ, കാവാലം പാസ്റ്റർ അങ്ങനെ ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിന്, എനിക്ക് തോന്നുന്നു. കാരണം സ്റ്റേജിൽ ഇരിക്കുന്ന ഒരുമാതിരിപ്പെട്ട പാസ്റ്റർമാരൊന്നും അദ്ദേഹത്തിന് ബൈബിൾ വായിക്കത്തില്ല. കാരണം എന്തെങ്കിലും തെറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പറഞ്ഞു, എന്റെ കൈ നല്ല പരുവത്തിലായിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരു ചില സ്വഭാവക്കാരുണ്ട്. പക്ഷെ അതേസമയം ഒന്നും മിണ്ടത്തില്ല, വളരെ ഭവ്യതയോടുകൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അതൊക്കെ വ്യത്യസ്തമായ സ്വഭാവക്കാരാണ്. ഇവിടെ തീത്തോസിനെ പറ്റി പറയുകയാണ്, അവനെ ഭയത്തോടും വിറയലോടും കൈക്കൊണ്ടതിൽ നിങ്ങൾ എല്ലാവരും കാണിച്ച അനുസരണം അവൻ ഓർക്കുമ്പോൾ നിങ്ങളോടുള്ള അവന്റെ അനുരാഗം അത്യന്തം. അപ്പോൾ ദൈവദാസന്മാരോടുള്ള ഒരു ബന്ധവും, ദൈവദാസന്മാരെ എങ്ങനെയാണ് ആ തീത്തോസ് ആ ബന്ധം പുലർത്തിയിരുന്നതെന്ന് നമുക്ക് ഈ ഭാഗങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓവറോൾ ലുക്കിൽ ഒരു വാക്കി കൂടെ വായിച്ച് 8:6 കൂടെ ഒന്ന് വായിക്കാമോ? 8:6 നമ്മൾ വായിച്ചതാണ്. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ധർമ്മശേഖരം ആരംഭിച്ചതുപോലെ. അപ്പൊ തീത്തോസ് ഒരു ഓർഡർലെസ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ എന്താ പറയുന്നേ, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സഭയെ പ്രായോഗിക വശത്തിൽ നല്ല രീതിയിൽ ഒരു ചിട്ടയോടുകൂടെ കൊണ്ടുപോകുന്നതിൽ തീത്തോസ് വിജയിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ 2 പേര് തീത്തോസിനെ പറ്റി പഠിക്കുമ്പോൾ, തിമോത്തിയോസ് കുറച്ചും കൂടെ ഉപദേശപരമായ കാര്യങ്ങൾ സഭയെ ശ്രദ്ധിച്ചപ്പോൾ, തീത്തോസ് അദ്ദേഹം മോറലി അല്ലെങ്കിൽ ധാർമ്മികമായ ചില വിഷയങ്ങളിൽ അദ്ദേഹം ഊന്നൽ കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ തീത്തോസിനെ പറ്റി പറയുന്നത്, അദ്ദേഹം 2 കൊരിന്ത്യർ 2-ാം അധ്യായം 13-ാം വാക്യം വായിക്കാമോ? എന്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ടേ മനസ്സ് സ്വസ്ഥതയിലാകിയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കതനേക്ക് പുറപ്പെട്ടു. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും മതി. അപ്പം സഹോദരനായ തീത്തോസ്, പൗലോസ് പറയുന്ന ഭാഷ കേട്ടോ, എന്റെ സഹോദരനായ തീത്തോസിനെ. അതേസമയം തിമോത്തിയോസിനെ പറ്റി പറയുന്നത് നിജപുത്രനായ തിമോത്തിയോസ്. എനിക്കറിയത്തില്ല ഇവരുടെ പ്രായം എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ പ്രോബബ്ലി തിമോത്തിയോസ് കുറച്ചും കൂടെ മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ആളായിരിക്കാം. കാരണം കൊരിന്ത്യ സഭ, ഗലാത്യ സഭയിൽ പോകണമെങ്കിൽ തീർച്ചയായിട്ടും തിമോത്തിയോസ് ഒരു ഏർലിയസ്റ്റ് ബിലീവർ ആയിരിക്കണം തിമോത്തിയോസിനെക്കാളും. പക്ഷെ അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്റെ സഹോദരനായ, എന്റെ ഫെലോ ബ്രദറാണ്, എന്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട്, അല്ലെ, മനസ്സിൽ സ്വസ്ഥതയിലായിരിക്കാൻ അവനോട് യാത്ര പറഞ്ഞ് മക്കദോനിക്ക് പുറപ്പെട്ടു. ഇനി ഈ പൗലോസ് തന്നെ പറയുന്ന ഒരു ഭാഗം ഒന്ന് വായിച്ചേ. 7:5-6 വായിക്കുമ്പോൾ, ഞങ്ങൾ മക്കദോനിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമില്ല, എല്ലാ വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായിരുന്നത്. പുറത്തു യുദ്ധം, അകത്തു ഭയം, എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അപ്പൊ തീത്തോസിന്റെ സ്വഭാവത്തിന്റെ ആ മേന്മ നിങ്ങൾ മനസ്സിലായോ? തീത്തോസ് ഉണ്ടെങ്കിൽ എന്റെ കൂടെ എന്റെ വലങ്കയിൽ ഒരാൾ ഉള്ള പോലെ ഒരു തോന്നല്. നമ്മള് ഒന്നുമില്ലേലും നമ്മൾ ഉപദ്രവകാരികളാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. തീത്തോസിനെ പോലെ വലിയ എന്നാ പറയുന്നത്, ആശ്വസിപ്പിക്കാൻ ഒന്നും പോയില്ലെങ്കിലും ഈ ദൈവദാസന്മാർക്കും നമ്മുടെ സീനിയർ ശുശ്രൂഷകന്മാർക്കും ഒക്കെ ഉപദ്രവമാകരുത് ഒരിക്കലും. ദൈവദാസന്മാര് സഹശുശ്രൂഷന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ആശ്വാസമായി മാറുവാനും ഒരു ധൈര്യമായി മാറാനും ഒക്കെ നമ്മൾ ശ്രമിക്കണമെന്നാണ് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത്.
ഇനി റോമാലേഖനം 16:21 വായിക്കാമോ? റോമാലേഖനം 16:21. എന്റെ കൂട്ടുവേലക്കാരനെ തിമത്തിയോസും എന്റെ ചാർച്ചക്കാരൻ ലുക്യോസും മതി. അവിടെ കൂട്ടുവേലക്കാരനാകിയ തിമോത്തിയോസ്, ഫെലോ വർക്കർ. അപ്പോൾ എന്നെ പോലെ വേല ചെയ്ത തിമോത്തിയോസ് എന്ന് നമ്മൾ വായിച്ചല്ലോ. അവിടെ അത് തന്നെ റോമാലേഖനത്തിൽ പറയുകയാണ്, എന്റെ കൂട്ടുവേലക്കാരൻ എന്നുള്ള ഒരു പ്രസ്താവനയാണ് തിമോത്തിയോസിനെ പറ്റി പറയുന്നത്. 1 കൊരിന്ത്യർ 6:10 പറയുന്നത്, 1 കൊരിന്ത്യർ 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ 2 കൊരിന്ത്യർ 6 ഞാൻ ഐ എം സോറി 1 കൊരിന്ത്യർ 16-ാം അധ്യായം 10-ാം വാക്യം നമുക്കറിയാം. അവിടെ കർത്താവിന്റെ വേല എന്നെ പോലെ, നമ്മൾ വായിച്ച വാക്യം തന്നെയാണ്, എന്നെ പോലെ കർത്താവിന്റെ വേല ചെയ്തു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 4:17 നമ്മൾ വായിച്ചതാണല്ലോ. ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമോത്തിയോസ് ഞാൻ അടുക്കൽ അയച്ചിരിക്കുന്നു. എങ്കിലും ഏത് സഭയിലും ഉപദേശിക്കുന്ന പോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. ആ വാക്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 17-ാം വാക്യം. അപ്പോൾ തിമോത്തിയോസും പൗലോസുമുള്ള ബന്ധം പറഞ്ഞിട്ട് പറയുകയാണ്, ഹൗ ഹി വാസ് എ ഫെലോ വർക്കർ, ഒരു ഫെലോ ബ്രദർ അല്ല, എ ഫെലോ വർക്കർ, ഒരു ഉപദേശത്തിൽ ദൈവമക്കളെ ഉറപ്പിക്കുന്നതിന്. 1 തെസലോനിക്കർ 3-ാം അധ്യായം 2-ാം വാക്യത്തിലും അവിടെ കാണുന്നുണ്ട്, ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങി പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷക്കാരനുമായ തിമോത്തിയോസിനെ അയച്ചു. മനസ്സിലായോ? അപ്പോൾ തിമോത്തിയോസിന്റെ എക്സ്ട്രീം ഡ്യൂട്ടി, ഇല്ലെങ്കിൽ അവരെ വേദപുസ്തകത്തിൽ ഡോക്ട്രിനലി ഉപദേശത്തിൽ ഉറപ്പിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് തിമോത്തിയോസിന് കർത്താവ് കൊടുത്തിരുന്നത്. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി തീത്തോസിന്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം. ഏത് ജാഗ്രതയാണ്? ധർമ്മശേഖരത്തിന്റെ കാര്യം, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിന്റെ കാര്യത്തില് തീത്തോസിന്. അപ്പോൾ വ്യത്യാസം മനസ്സിലായോ? തീത്തോസിനും തിമോത്തിയോസിനും തമ്മിലുള്ള വ്യത്യാസം. 1 കൊരിന്ത്യർ 8:23, 1 കൊരിന്ത്യർ 8:23 8:13 ആകയാൽ ആഹാരം എന്റെ സഹോദരൻ ഇടർച്ചയായി തീരുമെങ്കിൽ. അതല്ല 2 കൊരിന്ത്യർ തന്നെ, 2 കൊരിന്ത്യർ 8:23 തിത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളും ദൂതന്മാരും ക്രിസ്തുവിന്റെ മഹത്വവും തന്നെ. നിജപുത്രനായ തിമോത്തിയോസ്, കൂട്ടുവേലക്കാരനായ തിമോത്തിയോസ് എന്ന് പറയുമ്പോൾ ഇവിടെ തീത്തോസിനെ പറ്റിയും പൗലോസ് അതേ പ്രയോഗം തന്നെ പറയുകയാണ്. എൻ്റെ കൂട്ടാളിയും നിങ്ങൾക്ക്, എൻ്റെ ഫെലോ ബ്രദർ, എൻ്റെ കൂട്ടാളി, നിങ്ങൾക്ക് കൂട്ടു സഹോദരനുമെന്ന് പറയുകയാണ്. രണ്ട് കൊരിന്ത്യർ 12:18 കൂടെ വായിക്കുമ്പോൾ, ഞാൻ തീത്തോസിനെ പ്രബോധിപ്പിച്ചു, ആ സഹോദരനെയും കൂടെ അയച്ചിരുന്നു. തീത്തോസ് നിങ്ങളോട് വലതും വഞ്ചിച്ചെടുത്തുവോ? ഞങ്ങൾ നടന്നത് അതേ ആത്മാവിലല്ലയോ, അതേ കാൽച്ചുവടുകളിൽ അല്ലയോ? കേട്ടോ, തീത്തോസിനെ പറ്റി പൗലോസ് തീത്തോസിന് വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് ഓർപ്പിച്ചത് നമ്മൾ ഈ 2 സ്വഭാവക്കാരെ പറ്റിയാണ്, തീത്തോസിനെയും തിമോത്തിയോസിനെ പറ്റി. ലേഖനങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എങ്കിലും ഈ വ്യത്യസ്തമായ 2 സ്വഭാവക്കാരെ അവർക്ക് ദൈവം ഒരു നിയോഗം കൊടുത്തപ്പോൾ, ഇല്ലെങ്കിൽ അധ്യക്ഷൻ എന്നുള്ളൊരു പദവി കൊടുത്തപ്പോൾ, 2 പേരും അവരുടെ സ്വഭാവത്തിന്റെ വൈകല്യമുണ്ട്, സ്വഭാവത്തിന്റെ അവര് രൂപപ്പെട്ട അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുത്ത അവരുടെ കഴിവുകളുണ്ട്. ഇത് രണ്ടും അതിന് ഏറ്റവും ബെസ്റ്റ്
അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തിമോത്തിയോസിനെ പറ്റി പഠിക്കുമ്പോൾ ടു സേ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ വേണ്ടി ഞാൻ ക്ലാസ്സിന് വേണ്ടി പറയുകയാണ്, അക്കാഡമിക് ലെവലിൽ പറയുകയാണ്. അദ്ദേഹം ഡോക്ടറിനൽ ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഉപദേശപരമായ ഒരു സഭയെ ആരോഗ്യപരമാക്കി. അപ്പോൾ തന്നെ തീത്തോസ് അദ്ദേഹത്തിന്റെ ഒരു പിക്ചർ, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു സഭയെ അതിൽ എന്നാ പറയുന്നത്, ധാർമ്മികമായിട്ടുള്ള, ഉപദേശപരമായിട്ട് മാത്രം അല്ല, ധാർമ്മികമായിട്ടും കൂടെ ആ സഭയെ വളർത്തെടുക്കുന്നതിൽ താന് ഒരു പങ്ക് വഹിച്ചു. നമ്മൾ ഇത് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു പാസ്റ്ററിന്റെ, ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ഒരു അധ്യക്ഷന്റെ, ഒരു ക്രിസ്തീയ വിശ്വാസി രണ്ട് കാര്യത്തിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. തീത്തോസിനെ പറ്റി എടുത്തു പറയും, തിമോത്തിയോസിനെ പറ്റി എടുത്തു പറയുമ്പം നമ്മൾ എന്നാ വിചാരിക്കുന്നറിയോ, ഞാൻ ഉപദേശത്തിൽ മാത്രം നിന്നാൽ മതി. അതല്ല, ഞാൻ ധർമ്മശേഖരണത്തിൽ അത് തീത്തോസിനെ പോലുള്ള കുറച്ച് പേരെ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഈ രണ്ട് ഗുണങ്ങളും നമ്മൾ പകർത്തിയെടുക്കാൻ ശ്രമിക്കണം. ഒരു സഭയെ ധാർമ്മികമായിട്ടുള്ള മൂല്യച്യോതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ധാർമ്മികമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കണം. നമ്മുടെ സുവിശേഷകർ നമ്മൾ അങ്ങനെ ചെയ്യണം. രണ്ട്, ഉപദേശപരമായിട്ടും ഒരു സഭയെ ശാക്തീകരിക്കുന്നതിൽ ഒരു ദൈവദാസൻ ഏറെ കടമയുണ്ട്. അതേ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കണ്ടോ, രണ്ട് വ്യത്യസ്തമായ സ്വഭാവക്കാരെ ദൈവം ഉപയോഗിക്കുന്ന ഒരു ചരിത്രമാണ് നമ്മൾ അടുത്ത ആഴ്ച തൊട്ട് പഠിക്കാൻ തുടങ്ങുന്നത്. വളരെ 3 ചെറിയ ലേഖനങ്ങളാണ് എങ്കിലും അതിൻ്റെ ആഴമായിട്ടുള്ള സത്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ നമുക്ക് അയവിറക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.